ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഡെയിലി ബ്രെഡ് മത്തായിയുടെ സുവിശേഷം 10:28. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെ ദേഹത്തെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവിന് അറിയാം ഭീഷണികളുണ്ട്, വലിയ പ്രതികൂലങ്ങളുടെ നടുവിലോട്ട് അയക്കുന്ന കർത്താവ് പറയുക, ദേഹത്തെ കൊല്ലുന്നവർ, പീഡിപ്പിക്കുന്നവർ, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നുണ്ട് ധാരാളം പേര്. പറയുകയാണ് ദേഹത്തെ കൊല്ലാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ. എന്നിട്ട് പറയണം ആരെയാ ഭയപ്പെടേണ്ടേ, ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരുടെ മുമ്പിലാണ് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? ദേഹത്തെയും ദേഹിയെയും, വേണമെങ്കിൽ പറയാം ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ നശിപ്പിക്കാൻ. മനസ്സിലായോ? ഒരാളുടെ ദേഹം കൊന്നുകൊണ്ട് ആ വ്യക്തി മരിക്കുന്നില്ല. വിശ്വാസപ്രകാരം ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് പറഞ്ഞ ആത്മാവിനെ തൊടാൻ ആർക്കും പറ്റത്തില്ല. ആ ആത്മാവിനെ ന്യായവിധി സമയത്ത് യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെ, വേണമെങ്കിൽ സുവിശേഷം അനുസരിക്കാത്ത ഒരു വ്യക്തിയെ, വേണമെങ്കിൽ പാപപരിഹാരം നടത്താത്തൊരു വ്യക്തിയെ കർത്താവ് സകല ജഡത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന്, അതവിടെ എഴുതിയിരിക്കുന്ന അവരെ അദ്ദേഹത്തെയും ദേഹിയെയും കൊല്ലാൻ അധികാരമുള്ളവനെ. അതാണ് നമ്മൾ അവരെ ഭയപ്പെട്ടാൽ മതി. ഈ ഭൂമിയിലെ ക്ഷണിക ജീവിതം മാറേണ്ടതാണ്. സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെ വാടിപ്പോകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോകുന്നു. കർത്താവിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു. അപ്പം ആരെയാണ് വിശ്വസിക്കേണ്ടത്? കഴിയുന്നവനെ. അപ്പോൾ ഒന്നും ഭയപ്പെടാതെ നമുക്ക് മുന്നേറാം. പിന്നെ ദൈവം തരുന്ന വാഗ്ദത്തമാണ്, കാശിന് 2 കുരുകളിനെ മേടിക്കുന്നു, ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ. അപ്പം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ. കർത്താവിൻ്റെ സമയമാകാതെ നമ്മളെ ആർക്കും തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാനപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലാൻ അവർ കല്ലെടുത്തിരിക്കുക. കർത്താവ് പറഞ്ഞു, പകലിന് 12 മണി നേരമുണ്ട്. ആമേൻ. വെളിച്ചത്തിൽ നടക്കുന്നവൻ ഇടറുന്നില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറിക്കൂ. ആത്മാവിൻ്റെ ഉടയവനായ ദൈവം പറയുകയാണ്, ആരെയും ഭയപ്പെടേണ്ട, ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു, ധൈര്യത്തോടെ കർത്താവിൻ്റെ നാമത്തിലുണ്ട് നിന്നോ. തകർന്നവരെ, പരാജിതരെ, ബലഹീനരെ, അടിമകൾ അവരെയൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.